ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ നമ്മുടെ ടൂ വീലർ എടുത്തിട്ട് അങ്ങോട്ട് ചീറിപ്പായാണ് നമ്മൾ പോകുന്നത് ആളൂർക്കാണ്. ആളൂർ ദേ ഈ കാണുന്ന ബീഫ് സെൻറ്ററിലേക്കാണ് വന്നത്. അങ്ങനെ 2 കിലോ ബീഫ് മേടിച്ചു. 2 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉപ്പിൽ വെന്ത ഇറച്ചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പണ്ട് കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ ഉപ്പിൽ വെന്ത ഇറച്ചി കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മുടെ കിച്ചണിൽ വന്നു, നമ്മുടെ ജനലൊക്കെ തുറന്നിട്ടു. ഇതാണ് 2 കിലോ ഇറച്ചി. ആ 2 കിലോ ഇറച്ചി ഇതേ നമ്മുടെ ചരുവത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് കമത്തേണ്. ഇതേ അങ്ങോട്ട് കമത്തി നമ്മുടെ കിറ്റ് അങ്ങനെ അങ്ങോട്ട് പുറത്തെടുത്തു. കിറ്റ് നമ്മളപ്പോൾ തന്നെ അത് വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കോട്ടെ. അത് ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് കൊണ്ടുപോകാം. ഇനി നമ്മുടെ 2 കിലോ ഇറച്ചി അങ്ങോട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 കിലോ ഇറച്ചി അങ്ങനെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മുടെ ഉപ്പിൽ വെന്ത ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ കഴിക്കുന്ന ഉപ്പിൽ വെന്ത ഇറച്ചി ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. എറണാകുളം ഭാഗത്തൊക്കെ ഉപ്പിൽ വെന്ത ഇറച്ചിയും പുട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എറണാകുളത്തോട്ട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും ഉപ്പിൽ വെന്ത ഇറച്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറച്ചി അങ്ങോട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നെയ്യുള്ള ഇറച്ചി കണ്ട നമ്മുടെ ആ പാത്രത്തുമ്മലൊക്കെ നെയ്യ് പിടിച്ചേക്കണത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല നെയ്യുള്ള ഇറച്ചിയാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്തേക്കണ വലുതായിട്ടാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല രസമായിട്ട് കഴുകി മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ആ ഒരു ബീഫ് നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത് ആ ചരുവത്തിൽ നിന്ന് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി നമ്മുടെ അതേ കുക്കറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട്. ഇപ്പം ഇത്ര ഇറച്ചിയാണ് ഞാനിനി നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഇറച്ചി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. അങ്ങനെ അതേ ഇറച്ചി അങ്ങനെ ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാണ്. നമ്മുടെ പച്ചമുളക് 3 എടുത്തു. വൈഫ് എടുത്ത് പച്ചമുളകും മാറ്റി വെച്ചേക്കണമെന്ന് തോന്നുന്നു. കണ്ടത്രയും പച്ചമുളക് ഞാൻ എടുത്തു. അങ്ങനെ പതുക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ എനിക്ക് അത്ര മിടുക്ക് പോരാ. എന്നാലും ഞാൻ പതുക്കെ എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ പച്ചമുളകൊക്കെ എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്തു. നീളത്തിലും വട്ടത്തിലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനി കുറച്ച് ഇഞ്ചിയുണ്ട്. ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബീഫിലേക്ക് അങ്ങോട്ട് ഇടണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫിൽ അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് വേണം ഒന്ന് എന്താണ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചി വന്നു. ഇഞ്ചി അങ്ങോട്ട് ക്ലീനാക്കി. ഇനി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്യണം. ഇഞ്ചി അങ്ങോട്ട് കട്ട് ചെയ്യാനുണ്ട്. ഇഞ്ചി അങ്ങോട്ട് കട്ട് ചെയ്ത് നീളത്തിലും വട്ടത്തിലും ചരുവത്തിലും ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അത് നമ്മുടെ ബീഫിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ബീഫിൽ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ അടുത്ത പരിപാടി. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ബീഫിലേക്ക് ഇടാം. അവിടെ ബീഫോടെ അത് ബീഫ് വന്നു. ബീഫിലേക്ക് അങ്ങോട്ട് ഇടണം. ബീഫിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് വേണം. അങ്ങനെ നമ്മുടെ കയ്യിൽ കല്ലുപ്പാണ് ഉള്ളത്. കല്ലുപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. കല്ലുപ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊടിച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അടിപൊളി. അപ്പോൾ കല്ലുപ്പ് അങ്ങോട്ട് പൊടിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നല്ല ചക്കടക്കടാന്ന് പറഞ്ഞ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിച്ചു. ആ കല്ലുപ്പ് എടുത്തത് നമ്മുടെ ബീഫിലേക്ക് ഇട്ടു. ഞാൻ കുഴക്കാം. പടപ്പിച്ച് അങ്ങോട്ട് കുഴപ്പിച്ച് നന്നായിട്ട് ബീഫ് മേലൊക്കെ അങ്ങോട്ട് ഉപ്പൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചു. കുറച്ചും കൂടി കല്ലുപ്പിട്ട് അങ്ങോട്ട് ബീഫ് അങ്ങോട്ട് കളക്റ്റ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ച് അങ്ങോട്ട് അടച്ചിട്ട് നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതേ കുക്കറിൻ്റെ മൂടി അങ്ങോട്ട് വെച്ചു. കുക്കറിൻ്റെ മൂടി അങ്ങോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 7-8 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കണം. അതേ നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചു. നമ്മുടെ കുക്കർ അങ്ങോട്ട് വെച്ചു. ഇനി ഒരു 8 വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. വേഗം പോയിട്ട് നമ്മുടെ ബക്കറ്റ് എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ രാവിലെ ദിനചര്യയിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ് കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ ചൂളം പിടിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഞാനിങ്ങനെ മനസ്സിലെണ്ണിക്കൊണ്ട് നമ്മുടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏകദേശം 8ഓളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ബീഫ് എന്തായി എന്നുള്ളത് നോക്കാം. അപ്പോൾ അരികത്തുള്ള ചെറിയ കുറച്ച് ചെടികളുണ്ട്. അതിനും വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമ്മുടെ ബീഫ് റെഡി അതേ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിസിലടിക്കുന്ന രംഗോണി കാണുന്നത്. ഒരു വിസിലും കൂടി അടിച്ചതിന് ശേഷം നമുക്ക് എടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഒരു വിസിലും ഫൈനൽ വിസിലും കൂടി അടിച്ചു. ഇനി നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കർ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് നമ്മളങ്ങോട്ട് തുറന്നു. കാണുന്നു മോനെ നമ്മുടെ ഉപ്പിൽ വെന്ത ഇറച്ചി. എന്താ ടേസ്റ്റ്. ഞാനൊരു കഷ്ണം അങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ടൊന്ന് രുചിച്ച് നോക്കിയാണ്. കിടിലിനായിട്ടുണ്ട്. അപ്പോൾ ആ രുചി കിടിലിനായിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു മീനിൻ്റെ പാത്രം എടുത്തു. ആ മീനിൻ്റെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഉപ്പിൽ വെന്ത ഇറച്ചി അങ്ങോട്ട് കോരിയിട്ടു. അപ്പോൾ വൈഫ് വന്നു. വൈഫ് ഉപ്പിൽ വെന്ത ഇറച്ചി കണ്ടപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നാൽ പിന്നെ കായ് ഇട്ടിട്ട് ഇറച്ചിക്കറി വെക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇത്രയും ഇറച്ചി എടുത്തുള്ളൂ. ബാക്കിയുള്ളത് കായ് ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ പണ്ടത്തെ ഓർമ്മകൾ അയവിറത്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പോയിരുന്ന് ഉപ്പിൽ വെന്ത ഇറച്ചി അടിച്ച് പൊളിച്ച് തിന്നുന്ന ഒരു രംഗമാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപ്പിൽ വെന്ത ഇറച്ചി കഴിക്കുന്നുണ്ടാവും. എറണാകുളം ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു പരിപാടിയാണ്. ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി മേടിക്കും. ഒരു 12 മണിയാകുമ്പോഴേക്കും ഉപ്പിൽ വെന്ത ഇറച്ചി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.